ഗുഡ് മോർണിംഗ് ജിം ബ്രോസ്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ജിമ്മിലോട്ട് പോകാൻ റെഡിയാണ്. ഇന്ന് കുറച്ച് ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ റെഡിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, സോ ഐ ആം ലൈക്ക് ഞാനിപ്പോൾ 32 years ഐ എം ഗോയിങ് ടു ടേൺ അല്ല, ഓൾറെഡി ഐ ടേൺ 32 ടുഡേ. അപ്പോൾ എന്നും എൻ്റെ ബർത്ത്ഡേയുടെ ദിവസങ്ങളിൽ ലൈക്ക് പാസ്റ്റ് ഒരു 4 വർഷമായിട്ട് എപ്പോഴും ഞാൻ ബർത്ത്ഡേയുടെ അന്ന് ഐ വിൽ ഡു ലെഗ് ഡേ. അതാണ് നമ്മളുടെ മെയിൻ ലൈക്ക് ബർത്ത്ഡേയുടെ അന്ന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ലെഗ് ഡേ ചെയ്യണതാണ്. അതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചെറുപ്പകാലത്തൊക്കെ നമുക്ക് കേക്ക് കട്ട് ചെയ്യുക അങ്ങനത്തെ കുറേ ലൈക്ക് ആഗ്രഹങ്ങളും അതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ആഫ്റ്റർ എ സർട്ടൻ ടൈം ഓഫ് ലൈഫ് നമ്മൾ ആക്ച്വലി അതൊന്നും കൂടുതൽ എൻജോയ് ചെയ്യാതെ നമ്മുടെ ഡെയിലി റൂട്ടീൻ നമുക്ക് എത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നമുക്ക് ഒരു എന്താ പറയുക സ്പെഷ്യൽ ഒക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയുടെ ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു ഫാക്ടർ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ആസ് യൂഷ്വൽ ഞാൻ ജിമ്മിനോട്ടൊക്കെ റെഡിയായി. പക്ഷേ ഇന്ന് ഞാൻ രണ്ടും പുതിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ലൈക്ക് ഇപ്പോഴും നല്ല തണവാണ് ബൈ ദ വേ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വിൻ്റർ ഡ്രസ്സിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. കാരണം ഞാനിവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കുറേ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ തന്നെ ഭയങ്കര തണുവ് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് ചൂടാണ് ഇഷ്ടം. എനിക്ക് ചൂടാണ് ഇഷ്ടം, ഓക്കെ, പേഴ്സണലി. കാരണം നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ തണുപ്പത്ത് ഇരിക്കാനൊക്കെ വി ജസ്റ്റ് ലവ് ദാറ്റ് തിങ് അല്ലേ. പക്ഷേ ഡെയിലി അതിൽ ലൈഫ് സ്റ്റൈൽ ജീവിക്കുക പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ എണീറ്റിട്ട് ആരവിൻ്റെ ഫുഡ് ഉണ്ടാക്കൽ, റെഡിയാക്കൽ, അവനെ കുളിപ്പിച്ച് ഒക്കെ ലൈക്ക് പറഞ്ഞു വിടൽ, ഭയങ്കര തണുപ്പാകുമ്പോൾ നമുക്ക് ബെഡിൽ നിന്ന് തന്നെ എണീക്കാൻ തോന്നത്തില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. ലൈക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് വിൻ്ററിൽ എങ്ങനെയാണെന്ന് ഞാനതൊക്കെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഹിറ്റ് ചെയ്യാൻ പോണത് ലെഗ്സ് ആണ്. സോ ഞാനിന്നൊരു ചെറിയ മൂക്കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ റിങ്സ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം ഡേ ബർത്ത്ഡേയുടെ ഡേ തന്നെ. പിന്നെ ബർത്ത്ഡേയുടെ അന്ന് എന്ത് വന്നാലും ഞാൻ ഒരു പുതിയ ജിം വെയർ ഇടും. അന്നും ലൈക്ക് പ്രീവിയസ് ഇയറും അങ്ങനെയായിരുന്നു, അതിന് മുന്നത്തെ വർഷവും അങ്ങനെയായിരുന്നു. ദിസ് ഈസ് എ 4th year ഐ എം ഡൂയിങ് ദ സെയിം ട്രഡീഷൻ. അപ്പോൾ ലെറ്റ്സ് കീപ് ഫിംഗേഴ്സ് ക്രോസ്ഡ് ഈ ഒരു ട്രഡീഷൻ എനിക്ക് ലൈഫ് ടൈം ഫോളോ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത്. സോ നിങ്ങളെല്ലാവരും സൂപ്പറായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ജിമ്മിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. പിന്നെ നമ്മളിന്ന് ലെഗ്സ് മൊത്തമായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്വാഡ്സ് ഫോക്കസ്ഡും ഹാംസ് ഫോക്കസ്ഡും ഒന്നും അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിൻ്ററൊക്കെ തുടങ്ങിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ബോഡിയൊക്കെ കുറച്ച് എന്താ പറയുക ലേസി മോഡാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഇടയിലാണെങ്കിലും കുറച്ചൊന്ന് വാമപ്പൊക്കെ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരണതെന്ന്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്, ലൈക്ക് ലെഗ്സ് ചെയ്യണത് വിൻ്റർ സ്റ്റാർട്ടായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത്ര ഹൈപ്പ് എന്തിനാണെന്ന് ആലോചിക്കേണ്ട കേട്ടോ. എനിക്കിത് കുറച്ച് അധികമായിട്ട് തോന്നുന്നതുകൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയണത് ഇത് ഭയങ്കര പീക്കാവുന്നതാണ്. അതെന്തെങ്കിലും ആവട്ടെ, വരുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ. സോ ഗൈസ്, നമുക്ക് ബാക്കിയുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി വേഗം ജിമ്മിലോട്ട് ഇറങ്ങാം. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's facts. I feel good, you look great, I like you, I can't wait. A first time. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ യൂഷ്വലി ജിമ്മിൽ പോകുന്നതിന് മുന്നേ എന്താണ് അവിടെ പോയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഐഡിയ വെച്ച് പോകണത് നല്ലതാണ്. ബിക്കോസ് ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് ജിമ്മിൽ എത്തിയിട്ട് നോക്കാം എന്ത് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളൊന്നും ചെയ്യാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി തിരിച്ചു വരും. അപ്പോൾ നമ്മൾ കുറച്ചൊരു പ്ലാൻ ചെയ്താൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് അല്ലേ. അവിടെ പോയാൽ പിന്നെ നമ്മൾ കൺഫ്യൂസ് അടിച്ചിരിക്കേണ്ട. അപ്പം നമ്മളെന്നും ചെയ്യണ പോലെ സ്ട്രെച്ചിങ് ആയിരിക്കും ആദ്യം ചെയ്യുക. പിന്നെ ഞാൻ മോസ്റ്റ്ലി എക്സ്റ്റൻഷനും കേൾസിൻ്റെ സൂപ്പർ സെറ്റ് വെച്ചിട്ട് വാമപ്പ് ചെയ്ത് ഇന്ന് എനിക്ക് സ്ക്വാറ്റ്സ് ചെയ്യണം. ചെയ്തേ പറ്റൂ. നമ്മൾ എത്രമാത്രം നന്നായിട്ട് ഇന്ന് സ്ക്വാറ്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബർത്ത്ഡേയുടെ സ്പെഷ്യാലിറ്റി. എല്ലാ പ്രാവശ്യവും നല്ല രീതിയിൽ സ്ക്വാറ്റ്സ് അല്ലെങ്കിൽ ലെഗ് പ്രസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ കണ്ടില്ലേ കുറേയൊക്കെ മൂടി കെട്ടി നിൽക്കുവാണ് ഇപ്പോൾ. ലൈക്ക് വെതറൊക്കെ കുറച്ച് ലൈക്ക് ഫോഗി ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് വേഗം അപ്പോൾ ഗൈസ് നല്ല പണി കിട്ടി. ഞാൻ എൻ്റെ ഹെഡ്ഫോൺ തന്നെ എടുക്കാൻ മറന്നു, തിരിച്ച് കയറേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ ഹെഡ്ഫോൺ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ സെറ്റാവില്ല. കാരണം ഇവിടുത്തെ ജിമ്മിലൊക്കെ വയ്ക്കുന്ന പാട്ടുണ്ടല്ലോ, ഹരിയാൻവി സോങ്സാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വർക്കൗട്ട് അല്ല ഒരു സാധനം ചെയ്യാൻ പറ്റത്തില്ല. സോ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹെഡ്ഫോൺ മുഖ്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെഡ്ഫോൺ എടുക്കാം. അതെന്തായാലും ചെക്ക് ചെയ്ത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ബ്ലിങ്കസ്യ അടിച്ചേനെ.
അപ്പോൾ ഇത് JBL ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നോയ്സ് ക്യാൻസലേഷനും നല്ലതാണ്, വലിയ കുഴപ്പമില്ല. വല്ലാത്ത നോയ്സ് ക്യാൻസലേഷൻ എനിക്കിഷ്ടമല്ല. കാരണം യു ജസ്റ്റ് ഫീൽ ലൈക്ക് നിങ്ങൾ ഈ ലോകത്ത് തന്നെ അല്ല, അങ്ങനെ തോന്നിപ്പോവും, ആരും ചുറ്റുവട്ടത്തില്ലാത്ത പോലെ. പിന്നെ ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് ഹെഡ്ഫോൺ ആയിരുന്നു, ലൈക്ക് ഇയർബഡ്സ് ആയിരുന്നില്ല. ഇങ്ങനെ വെക്കണ വൈറ്റ് കളറ്. ചിലപ്പോൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണമെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. സെയിം നെയിമാണ്, ഫിറ്റ് വിത്ത് ആഷ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതിൽ ഞാൻ ഹെഡ്ഫോൺ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ ചില സമയത്ത് വല്ലാതെ സമ്മറിൽ സ്വെറ്റ് ചെയ്യുമ്പോൾ ഹെഡ്ഫോൺ വയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചൊറിയും, മനസ്സിലായോ? സോ അങ്ങനെയാണ് ഞാൻ ഇയർബഡ്സിലോട്ട് മാറിയത്. സോ നമുക്കിനി വേഗം പോവാം. Yeah, this is my life, my strife, my right to fight, to die on. And this is my game to play, to claim a brand new name, oh. And I ain't gonna lie to you, I'm a bit nervous that I might screw everything up that I've ever done. But what's the point of living if you ain't having fun? I guess I'll try this, try that, might miss, gotta find what I'm good at. I guess I'll look here. സോ സ്റ്റാർട്ടിങ് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ സ്ട്രെച്ചിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി സ്ട്രെച്ചസ്. ഇത് ഇങ്ങനത്തെ ഒരു റോഡ്, ലൈക്ക് ഒരു വടിയാണിത്. ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജിമ്മിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈക്ക് ഷോൾഡറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്നുകൂടെ ഒരു ഈസി ആയിരിക്കും. അതുപോലെ ചെസ്റ്റ് ഡേയും ബാക്ക് ഡേ ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ല സ്ട്രെച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബാൻഡിന് പകരം യൂസ് ചെയ്യേണ്ടതാണിത്. ഇനിയിപ്പോൾ ബാൻഡ് ഉണ്ടെങ്കിൽ ബാൻഡ് യൂസ് ചെയ്താൽ മതി. അതർവൈസ് യു ഗൈസ് ക്യാൻ ഈവൻ യൂസ് this sort of a rod also. ഇനി നമ്മളുടെ ലോവർ ബോഡി സ്ട്രെച്ചസിലോട്ട് പോവുകയാണ്. സോ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. നമ്മൾ നന്നായിട്ട് നല്ല വൈഡാക്കിയിട്ട് വെക്കാൻ ട്രൈ ചെയ്യുക, രണ്ട് ലെഗ്സും. അതുപോലെ കൈ ഇടയ്ക്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ട്രെച്ച് കിട്ടും നല്ല രീതിയിൽ ഗ്ലൂട്ട്സിൻ്റെ ഭാഗത്തൊക്കെ. സോ അത് കഴിഞ്ഞ് നമ്മൾ ലോവർ ബോഡി സ്ട്രെച്ചസിലോട്ട് പോവുകയാണ്. നമ്മൾ ലോവർ ബോഡി ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ വി ഹാവ് ടു ഡു വെരി ഗുഡ് സ്ട്രെച്ചിങ്. കാരണം സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ഒരു ജോയിൻസിനൊരു റിലാക്സേഷൻ കിട്ടും എന്നുള്ളത് കാര്യം മാത്രമല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഉണ്ടാവുന്ന കാര്യത്തിൽ വളരെ കുറവായിരിക്കും. ലൈക്ക് സ്ട്രെച്ച് ചെയ്യാതെ നമ്മൾ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ വർക്കൗട്ട് ചെയ്യുന്നതും സ്ട്രെച്ച് ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് ലൂസൊക്കെ ആക്കിയിട്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ വർക്കൗട്ട് ചെയ്യുന്നതും നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും സ്ട്രെച്ച് ചെയ്യണം എന്ന്. ഈവൻ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും പറയുന്ന കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി ഗൈസ്, സ്ട്രെച്ചിങ് നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനാക്കി മാറ്റുക. എസ്പെഷ്യലി ഇഫ് യു ആർ ഇൻ യുവർ 30s and 40s. ലിറ്ററലി നിങ്ങളുടെ ബോഡി വിൽ താങ്ക് യു. ലൈക്ക് വാവ്, താങ്ക് യു സോ മച്ച് എന്നും പറയണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഡു ഇറ്റ് ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. I feel like I'm losing my mind. Is everybody in the world blind? Please Lord, give me a sign, Yeah, there's no mercy in this world, just hunger-thirsty persons in different versions. Each new update, that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Yo, do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your own tissue. I feel like I'm losing my mind. Is everybody in the world blind? Please Lord, give me a sign. ഈ സംഭവത്തിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ബാൻഡ്. ഇത് നമുക്ക് ഡെക്കാത്തലോണിലൊക്കെ കിട്ടും കേട്ടോ, ഇല്ലെങ്കിലും ആമസോണിൽ അടിച്ചു നോക്കിയാലും കിട്ടും. ഈ സംഭവം വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ആക്ച്വലി ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഡോങ്കി കിക്സും അതുപോലെ അബ്ഡക്ടേഴ്സ് എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ്സിന് വേണ്ടിയിട്ടാണ്. ക്വാഡ്സിന് ആ ഒരു ഡെഫിനീഷനും അതുപോലെ തന്നെ സ്ട്രെങ്തൻ ആക്കാൻ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡോങ്കി കിക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ ഗ്ലൂട്ട്സ്, ലൈക്ക് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ്ഡ് ഗ്ലൂട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു 50 എണ്ണം വെച്ചിട്ട് ചെയ്യുക, 50-50 എന്നുള്ള രീതിയിൽ. സോ ഞാനിപ്പോൾ ഇത് കമ്പൈൻ ആയിട്ടാണ് ചെയ്യാറ്. പണ്ടൊക്കെ ഞാൻ ചെയ്തു തരുന്നത് സിംഗിൾ ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ അബ്ഡക്ടേഴ്സ് ചെയ്തതിന് ശേഷം അതിനൊപ്പം തന്നെ ഞാൻ ഡോങ്കി കിക്സും ചെയ്യും ഓരോ കാലിനും. കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിനൊക്കെ ഉണ്ടാവും. ആ പെയിൻ വരണം, എന്നാലാണ് അതിൻ്റെ അർത്ഥം അത് എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത്. ഈ കാണിക്കണ പോലെയുള്ള ഒരു രീതിയിലുള്ള ആ ഒരു മുട്ടിൻ്റെ ആ ഒരു കുറച്ച് മേലെ നമ്മൾ ഇടുകയാണ് വേണ്ടത്. അതുപോലെ ഭയങ്കര ലൂസായിട്ടുള്ള ബാൻഡ് ആവരുത്, കുറച്ചൊരു നിങ്ങൾക്ക് ടൈറ്റ്
ലൈറ്റ്, നിങ്ങളൊരു എന്താ പറയുക, നമ്മൾ തള്ളുന്ന ഒരു ഫീൽ കിട്ടണം. അല്ലാതെ നമ്മൾ ഈസി ഇങ്ങനെ ചുമ്മാ ആട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിലാവരുത്. നമ്മൾ എന്തോ ഒരു സാധനത്തെ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു സാധനം തടുക്കുമ്പോൾ നമ്മൾ പുഷ് ചെയ്യത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടണ രീതിയിലുള്ള ഒരു ബാൻഡ് വേണം എടുക്കാൻ. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഗോ വിത്ത് എ ലൈറ്റ് ബാൻഡ്. പിന്നെ കുറച്ച് മീഡിയത്തിലോട്ട് പോവുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് മീഡിയം ആണ്. ഹെവി എന്നുള്ളൊരു സംഭവം ഉണ്ട്, പക്ഷേ ഹെവി എനിക്ക് അത് ഭയങ്കര കട്ടിയായിട്ട്, അതിൻ്റെ അടുത്ത് 3 ഉണ്ട്. 3 വേരിയേഷന് നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുന്നത് എക്സ്റ്റൻഷൻസിൻ്റെയും കേൾസിൻ്റെയും സൂപ്പർ സെറ്റാണ്. 12ൻ്റെ 3 സെറ്റ് വാമപ്പ് മാതിരിയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തത് കണ്ടോ, അതുപോലെ സെറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ആ ഒരു ലെങ്ത്ത് നമുക്ക് അത്രയും ഒരു റേഞ്ച് ഓഫ് മോഷൻ കിട്ടണം, ലെങ്ത്ത് അല്ല റേഞ്ച് ഓഫ് മോഷൻ കിട്ടണം ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു സെറ്റപ്പ്, ലൈക്ക് നമ്മളുടെ കാല് വെക്കുന്ന ഭാഗത്തുള്ള സെറ്റപ്പ് ശരിയാക്കി വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ ബെൽറ്റ് എടുക്കാൻ പോയി. ആക്ച്വലി നമ്മളിനി സ്ക്വാട്സ് ചെയ്യാൻ പോവാണ്. 15 റെപ്പിൻ്റെ 15 സെറ്റ്. കാലങ്ങോട്ട് തകർത്ത് പൊളിക്കണമെന്ന് 15 സെറ്റാണ് ഞാൻ ചെയ്യണത് ഇന്ന്. അപ്പോൾ അന്ന് കൂടുതൽ കോൺസെൻട്രേറ്റിംഗ് ഓൺ സ്ക്വാട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാഫും കൂടെ ചെയ്യും കേട്ടോ. അപ്പോൾ ലെഗ് പ്രസ്സും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ പോയിട്ടൊന്ന് സെറ്റപ്പ് ആക്കാം. അപ്പോൾ എപ്പോഴും സ്മിത്ത് മെഷീനിൽ സ്ക്വാട്സ് ചെയ്യുമ്പോൾ സേഫ്റ്റി ഇടാൻ മറക്കരുത്. ഞാൻ എപ്പോഴും സ്മിത്ത് മെഷീനാണ് ചെയ്യാറ്. ഞാൻ ഓപ്പൺ ബാറിൽ അധികം ഞാൻ ചെയ്യാറില്ല, കാരണം ഇഞ്ചുറി പേടിച്ചിട്ട് ഒരു കാര്യം അതാണ്. സെക്കൻഡ് തിങ്, എനിക്ക് സ്പോട്ടിന് ആരെങ്കിലും വേണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവാറുണ്ട്. സോ സ്മിത്ത് മെഷീൻ ആകുമ്പോൾ അങ്ങോട്ട് ഇട്ടിട്ടാണെങ്കിലും നമ്മൾ സേഫാണ്. അപ്പോൾ എപ്പോഴും ഞാൻ സേഫ്റ്റി നല്ല രീതിയിൽ വെക്കും. കുറച്ച് നന്നായിട്ട് ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇറക്കി കുറച്ചും കൂടെ സേഫ്റ്റി ഒന്നുകൂടെ ഇറക്കി വെക്കും. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം. അതുപോലെ ഞാൻ ഷൂസ് ഇട്ടിട്ടല്ല യൂഷ്വലി സ്ക്വാട്സ് ചെയ്യാറ്. സ്ക്വാട്സ് ആണെങ്കിലും ഡെഡ് ലിഫ്റ്റ് ആണെങ്കിലും ഒക്കെ ഞാൻ ബെയർ ഫൂട്ടാണ് ചെയ്യാറ്. അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്ത് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതാണ് ഇഷ്ടം. അപ്പോൾ എപ്പോഴും സെറ്റപ്പ് എല്ലാ മെഷീനിലും നമ്മൾ പഠിക്കണം. നമ്മളുടെ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കംഫർട്ട് ഉണ്ടാവുള്ളൂ ചെയ്യാൻ. അപ്പോൾ മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പോലെ നമുക്ക് ഡെപ്തും അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വെയിറ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yeah, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. ആസ് യൂഷ്വൽ ആദ്യത്തെ സെറ്റ് എം ടി ബാറിലാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ആഡ് ചെയ്തു വെയിറ്റ് ആസ് പെർ യുവർ കംഫർട്ട് വയ്ക്കാം. ഞാൻ ഒരു കോൺസ്റ്റൻറ്റ് വെയിറ്റ് വെച്ചിട്ട് 15 സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും വാമപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ എല്ലാ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോഴും ആദ്യം ഒരു വാമപ്പ് സെറ്റ് കൊടുക്കും. ലൈക്ക് എല്ലാ എക്യുപ്മെൻറ്റും നല്ല, ലൈക്ക് ഇപ്പോൾ ഓൾറെഡി വാമപ്പ് ആയിട്ടുള്ള കുറേ കഴിഞ്ഞ് ലാസ്റ്റ് സെറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊരു വാമപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്ക്വാറ്റ്സ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പോൾ വാമപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡിങ് വെയ്റ്റ്സ് ആണ്. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope.
hope, you can still go. I never answer to no, man, I still go. Go, 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 go. You got a mind, but even that could change. You could flip the gray matter like some batter in your brain. That's why I say, fake it till you make it A. And if you play that game, then you just might make a change. Rearrange all the bad to okay. Take the worst thoughts saying, turn them to a game. Take the best thoughts saying, put them on display. On repeat in your brain till you're feeling no more pain. Never slow yourself down, you can do some more. Push past all the pain and you'll find a door. Open it up and finally explore everything that you thought you could never do before. And even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് സ്വന്തമായി മിററിൽ കാണുമ്പോഴൊരു സന്തോഷം, അതും 32 ഇയേഴ്സായിട്ട് ഇങ്ങനെ ഞാൻ എന്നെ ലൈഫിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. സോ ഇറ്റ് ഫീൽസ് റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് മൈസെൽഫ് ഗൈസ്. സോ നിങ്ങൾ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് നൗ. കുറച്ച് സമയമൊക്കെ അവിടെ പോസിങ്ങിൽ പോയെങ്കിലും ഇറ്റ് വാസ് വെരി സാറ്റിസ്ഫൈയിങ്. ഇനി നമ്മൾ കാഫ് റേസസിലോട്ട് പോവാണ്. സോ 25ൻ്റെ 4 സെറ്റ്, 25 റെപ്പിൻ്റെ 4 സെറ്റ് വേഗം വേഗം ചെയ്യാം. ജിം അഗൈൻ ക്ലോസ് ചെയ്യാനായി. ഓൾമോസ്റ്റ് ഇപ്പോൾ ലെഗൊന്നും ഉണ്ടെന്ന് തന്നെ അറിയണില്ല, നമ്പാണ് ടോട്ടലി. ഒന്നും ആ സ്ക്വാറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എൻ്റെ ലെഗിൻ്റെ പണി തീർന്നു. കാഫ് റൈസസ് കഴിഞ്ഞ് ഇനി ലെഗ് പ്രസ്സാണ്. 5 സ്ലോ 5 ഫാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഞാൻ വേ കുടിച്ചു, പിന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുടിക്കല്ല. സോ നിങ്ങൾ വേ മേടിച്ചിട്ടെങ്കിൽ മേടിച്ചോളൂ. മൈ പ്രോട്ടീൻ്റെ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്, അതുപോലെ ഷേക്കർ ഫ്രീ ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ഗ്രോസറി പർച്ചേസിങ് ഉണ്ട്. ഗ്രോസറി എന്നൊന്നും പറയാനില്ല, ആക്ച്വലി എനിക്ക് കോഫി മേടിക്കാനുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കോഫി നെസ്കഫേയുടെ ബ്ലാക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞൊരു കോഫി പൗഡറാണ്. സോ നമുക്ക് ഇവിടെ തന്നെ ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് എൻ്റെ ജിമ്മുള്ളത്. സോ നിറയെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ജങ്ക് ഫുഡ്സ് കുറേ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഈവനിങ് വന്നാൽ ഇവിടെ നല്ല വൈബിയാണ്. സോ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സം ഐറ്റംസ്. സാധനങ്ങളെല്ലാം ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു. സോ വി ആർ ഗോയിങ് ബാക്ക് ഹോം. സോ അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ പോസിറ്റീവ് വൈബ്സ് ആൻഡ് ടാറ്റാ.